ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. അടിപൊളി മുട്ടക്കറി. അതിനായി ഞാൻ മുട്ട വേവിക്കാൻ ഒരു കുക്കറിലാണ് ഇട്ടിട്ടുള്ളത്. മുട്ടക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇടണം. ഉപ്പിട്ടാൽ നമ്മൾ തോട് പൊളിക്കുമ്പോൾ അത് മുട്ടക്ക് ഒന്നും പറ്റാതെ നമുക്ക് നല്ല ഫ്രഷോടുകൂടി മുട്ടക്കൊരു ക്രാക്കും പറ്റാതെ കിട്ടും. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് ഒരു 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ മുട്ട വെന്ത് കിട്ടും. അപ്പോൾ നമ്മളെ മുട്ട സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, മുട്ട നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വിത്തൗട്ട് എനി ക്രാക്സ്. പിന്നെ നമ്മൾ സവാള, വെള്ളുള്ളി, പിന്നെ തക്കാളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഇവയെല്ലാം. അപ്പോൾ പിന്നെ ഒരു ചട്ടി എടുത്ത് നമ്മൾ എണ്ണ ഒഴിച്ച് ആദ്യം ജീരകം, പെരുംജീരകം, ഒരു നുള്ളു ജീരകം ഇടുക. അതിന് മുന്നോടിയായി നമ്മൾ തേങ്ങ വറുക്കുന്നുണ്ട്. തേങ്ങ എണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളിയും വെള്ളുള്ളിയും പിന്നെ മല്ലിപ്പൊടിയും, ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് വറുത്തെടുക്കുന്നുണ്ട്. ഇത് വറുത്ത് അരച്ച തേങ്ങ മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് പെരുംജീരകം ഇട്ടിട്ടുണ്ട്. പെരുംജീരകം ചെറുതായി പൊട്ടുമ്പോൾ സവാള അരിഞ്ഞു വെച്ച് സവാള ഇടുക. സവാള ഇട്ടതിന് ശേഷം വഴറ്റുക. വഴണ്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച വെള്ളുള്ളി ചേർക്കാം. വീണ്ടും വഴറ്റിയെടുക്കുക. അങ്ങനെ വെള്ളുള്ളി വഴണ്ട് വരുമ്പോൾ നമുക്ക് പച്ചമുളക്, തക്കാളി, വേപ്പില എന്നിവ ചേർക്കാം. വീണ്ടും നമുക്ക് വഴറ്റി കൊടുക്കാം. വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി, വലിയൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് അത് സിമ്മിലായിട്ട് വഴറ്റിയെടുക്കുക. അല്ലെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചെറു തീയിൽ വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഗ്യാസും ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ വറുക്കാൻ വെച്ച തേങ്ങയാണിത്. ആ തേങ്ങ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ബ്രൗൺ കളർ കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി അത് അരച്ചെടുക്കാം. അരച്ച തേങ്ങ പേസ്റ്റ് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാളയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ ബോയിൽ ചെയ്ത എഗ്സ് ഇതിലോട്ടിടുക. പിന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ടേസ്റ്റി മുട്ടക്കറി ഈസ് റെഡി.